ഗൈസ് എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് കൂഴച്ചക്ക കൊണ്ട് ഒരു അടിപൊളി വിഭവങ്ങൾ ഒരു 2-3 വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കൂഴച്ചക്ക കൊണ്ടുള്ള അടിപൊളി വിഭവങ്ങളാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കൂഴച്ചക്ക എന്ന് പറയുമ്പോൾ നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ചക്ക എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അലർജിയുള്ള സാധനമാണ്. അപ്പോൾ ചക്കയൊന്നും നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ മക്കൾക്കോ ഒന്നും ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ തമിഴ്നാട്ടുകാരെന്ത് ചെയ്യാറുണ്ട്, ആ ചക്കകൾ നമ്മുടെ ഇവിടെ വന്നിട്ട് അവർ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അതിനെ പൊടി രൂപത്തിലും അതുപോലെ തന്നെ പല തരത്തിലെ ചിപ്സായിട്ടും മറ്റുമൊക്കെ നമുക്ക് തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് അവർ വൻ വില നേടിയെടുക്കുന്നു. അപ്പം നല്ല കാശുണ്ടാക്കുന്നു. അപ്പോൾ അവർ മിടുക്കന്മാരാണ്, നമ്മൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ചക്ക നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ട് അത് കുറച്ച് മൈദമാവും ഒരു അല്പം ഏലക്കാപ്പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമ്മളതിനെ കുഴച്ചു. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചക്ക ആ മാവിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആ മാവിലേക്ക് നമ്മൾ ആ ചക്ക ഇട്ട് നന്നായിട്ട് അതിനെ രണ്ടും കൂടിയിട്ട് നല്ലതുപോലെ കൈയിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. തരി പോലും ഇല്ലാതെ നമ്മളതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിനെ നന്നായിട്ട് കുഴച്ച് കുറുവിപ്പോവാതെ അതിന് ആവശ്യത്തിനൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അതിനെ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു രൂപത്തിൽ അതിനെ നമ്മൾ ഒരുപാട് വെള്ളം ആവരുത്, എന്നാൽ അധികം കട്ടിയുമാകരുത്. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കലക്കി അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അത് കൈ വിടാതെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മൾ ഇളക്കലാണ്. ഇത് നമ്മുടെ സാധാരണ കൂഴച്ചക്കയാണ്. അപ്പോൾ വരിക്കച്ചക്കയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുറച്ചുകൂടി കട്ടിയുള്ളതാണ്. ഇതെന്ന് പറയുമ്പോൾ ലൂസായിട്ട് തന്നെ ഇരിക്കും. ഇനി നമ്മൾ ആവശ്യത്തിനും പഞ്ചസാര ചേർത്ത്, ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മധുരം ആവശ്യമാണെന്ന് നോക്കിയിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഏലക്കയുടെയൊക്കെ മണമുണ്ടല്ലോ നല്ലതായിട്ട് നമുക്ക് വരും. പിന്നെ കൂടെ നമ്മൾ ഈ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഏറെയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ നെയ്യ് ഒഴിച്ച് നമ്മൾ ഇളക്കി നല്ല ഒരു കുഴമ്പ് പരുവത്തിന് ആക്കുക. അപ്പോൾ പഞ്ചസാര കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പഞ്ചസാര നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ്, ഞാനൊരു 5 സ്പൂൺ നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ നെയ്യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ. അപ്പോൾ ആ നെയ്യ് എടുക്കുന്ന ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്നിട്ട് നമ്മളിത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരല്പം കൈവിട്ട് പോയാൽ അടിയിൽ പിടിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഇളക്കി നല്ല ആ നെയ്യുടെയും ആ ഒരു ഏലക്കയുടെയും ഒക്കെ ആ ഒരു ചക്കയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല സൂപ്പർ മണം തന്നെ നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ചക്ക ഇനി ഉണ്ടെങ്കിൽ ഇതുപോലെ പാഴിക്കളയാതെ, കൂഴച്ചക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂഴച്ചക്കയൊക്കെ ഇപ്പോൾ എന്ന് വെച്ചാൽ ചക്ക ഇല്ലാത്ത സീസണാണ്. അപ്പോൾ നമ്മൾ കൂഴച്ചക്കയൊന്നും പഴുത്ത് പോയി കഴിഞ്ഞാൽ അധികമായിട്ട് തിന്നാൻ ആരും ശ്രമിക്കത്തില്ല. അതേപോലെ നമുക്ക് തിന്നുന്നത് അത്ര ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള വിഭവങ്ങൾ ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് കൊടുത്തു നോക്കും, അവർ നന്നായിട്ടത് കഴിക്കും. അപ്പം നമ്മൾ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ കാഷ്നട്ട് തീർന്നു പോയതുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിങ്ങ മാത്രമാണ് ഞാനിതിൽ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വേണമെന്നുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുകൊണ്ടാണ് നമ്മൾ ഇത് നമുക്ക് ഹൽവായിട്ട് ഉപയോഗിക്കാം, ജാമായിട്ട് ഉപയോഗിക്കാം. ഇനി മധുരം ഇട്ട് നമ്മൾ ബ്രെഡൊക്കെ കഴിക്കുമല്ലോ, ബ്രെഡിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ. ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് മാവ് കലക്കിയിട്ട് അതിൽ ഉപ്പ് ചേർത്ത് നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഈ ദോശ മൂത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കുറച്ച് നമ്മുടെ ചക്ക ആ
ഒരു മധുരം നമ്മൾ ഇട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചക്ക അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് അതിനെ എല്ലാ സൈഡിലും ഒന്ന് ചേർത്തെടുത്ത് നോക്കൂ. കഴിക്കാനായിട്ട് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ആ നെയ്യുടെയും എല്ലാം കൂടെ കൊണ്ട് നമുക്ക് ആ നെയ്യ് റോസ്റ്റ്, ആ നല്ല ദോശയുടെ ആ ഒരു ഇത്, ചക്കയാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് നമുക്ക് തോന്നത്തില്ല. ആ ഒരു രീതിയിൽ ഇത് കണ്ടോ, അതിൻ്റെ ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറും. അതേ രീതിക്ക് കറക്റ്റാണ്. ഞാൻ കഴിച്ച് നമ്മൾ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് നമ്മൾ 1-2 തവണ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇതുപോലെ ഉണ്ടാക്കുന്ന പല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ മീതയിൽ നമുക്ക് ഇനി ഇതിൽ നമുക്ക് നെയ്യ്, ഈ ചക്കയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ വേറെ ഈ ദോശ മാറ്റിയിട്ട് വേറൊരു ദോശ ചുട്ട് അതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ അത് അങ്ങനെ ചെയ്ത് എടുക്കാം. ബ്രെഡൊക്കെ നമ്മൾ ജാമിൽ പേസ്റ്റാക്കി കഴിക്കുമല്ലോ, ജാമും ബ്രെഡും കൂടി. അതേപോലെ നമുക്ക് ഈ ദോശ ഇങ്ങനെ വെച്ചിട്ട് പല രീതിയിലും നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല സൂപ്പർ വിഭവമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ക്യാൻസറിനെയൊക്കെ അതിജീവിക്കുന്ന കീമോതെറാപ്പിക്കൊക്കെ പോലെ അത് കഴിഞ്ഞവർക്ക് വരെ ഒരു കീമോ ചെയ്യുന്നതിന് തുല്യമാണ് നമ്മളൊരു കുറച്ച് ചക്ക കഴിക്കുന്നത്. അത്രയും ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ നല്ലൊരു വിഭവമാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ചക്ക എന്ന് പറയുന്ന ഈ ഒരു സംഭവം പാഴക്കളയാതെ, അത് പച്ചക്കായാലും ശരി, അത് നല്ല പഴുത്തയായാലും ശരി, അതുപോലെ നമ്മൾ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അത് ഹെൽത്തി ആയിരിക്കും. വേറെ ഒരു ആരോഗ്യ പ്രശ്നവും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ഇതിൽ ദോശയായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇനി അതിൻ്റെ നമ്മൾ ദോശ സാധാ പോലെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ മറിച്ച് നിങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയും നമുക്ക് തിന്നാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു കറിയും വേണ്ട. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ചക്ക ഇങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ജാമ് പോലെ ഉണ്ടാക്കിയിട്ട് കുപ്പിയിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആ ഒരു രീതിയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് ഇത് ചക്ക ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ആ ഒരു ഹൽവ എന്ന് പറഞ്ഞിട്ടാണ് അവർ തിന്നുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ അവർക്ക് തിന്നാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ ഈ ഒരു കാര്യം മിസ് ചെയ്യരുത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ തന്നെ നമുക്ക് വേറെ പല വിഭവങ്ങളും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് പഴുത്ത ചക്ക പിന്നെ പാഴക്കളയാതെ ജാമായിട്ട് ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാം. കുറച്ചുകൂടി നമ്മൾ കട്ടിയായിട്ട് ഇതിനെ ഞാൻ ഈ ഉണ്ടാക്കിയ കൺസിസ്റ്റൻസിയിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് കട്ടിയാക്കിയാൽ നമുക്ക് ഇത് ഹൽവയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് പല രീതിയിലും നമുക്ക് ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇനി പ്രഥമനായിട്ട് നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം. കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് പിന്നെ കാഷ്നട്ടും അതുപോലെ ഉണക്കമുന്തിരിയും ഒക്കെ ചേർത്ത് നമുക്ക് ഇതിനെ കുറച്ച് ചക്ക പ്രഥമനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ചക്ക ഉപയോഗിച്ചതിന് ഇതിൻ്റെ ബാലൻസ് വന്ന ചക്കയാണ് കേട്ടോ. ആ ചക്ക ഉപയോഗിച്ചതിന് കുറച്ച് ഗോതമ്പ് മാവ് കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി നമ്മൾ അതിനെ ഒരു ബോളാക്കി മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കണം. ആ ചക്ക ഒരു തുള്ളി വെള്ളവും ഒന്നും വേണ്ട, ഒരല്പം ഉപ്പ് അതിൽ കൊടുത്തിട്ട് നമ്മൾ ആ ചക്ക ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് അത് വേണ്ട. ആ ചക്ക തന്നെയാണ് നമുക്കതിൽ. ഇത് എൻ്റെ മക്കളിത് പിന്നെ ആ ചക്ക ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ജാം അത് കൊണ്ടുവച്ച് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എടുത്തു വെച്ചപ്പം ഞാൻ കാണാതെ രണ്ടുപേരും കൂടി എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ ബേക്കറി പോയി ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി നമ്മുടെ മക്കളുടെ വയറുവേദന, പിന്നെ അതിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിനൊക്കെ അപേക്ഷിച്ച് ഇത് നല്ലതാണ്. ഇനി നമ്മൾ കുറച്ച് തേങ്ങയും അതുപോലെ കുറച്ച് അവിലും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും അവിലിൻ്റെ ഒപ്പം നമ്മൾ ആ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജാം അതിൽ
ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. തേങ്ങയും അതുപോലെ ഒരു പിന്നെ നമ്മുടെ അവലും ഈ ഒരു കൂട്ടും കൂടി ഇതിൽ ഇട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മുടെ വട്ടയില എടുത്ത് ആ വട്ടയിലയിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് പരത്തിയെടുക്കുക. അപ്പം നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഇലയപ്പം ഉണ്ടാക്കുന്നത് പോലെ ഇതിൽ നിന്ന് ആ മാവ് പിന്നെ നമ്മുടെ അവിലും തേങ്ങയും ഇത് മൂന്നും കൂടി ചേർന്ന ആ ഒരു കൂട്ട് അതിലോട്ട് ഇട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മളിതിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ ചക്കയാണ്. ചക്ക കൊണ്ടാണ് നമ്മളിത് മാവ് കുഴച്ചിരിക്കുന്നത്. ഇനി ചക്കയ്ക്ക് അകത്ത് നമ്മൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അപ്പോൾ ഇനിയും നമുക്ക് ചക്ക കൊണ്ട് ഇതുപോലുള്ള പല വിഭവങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യത്തിന് എന്നിട്ട് നമ്മൾ ഇഡ്ഡലി കുക്കർ അടുപ്പിൽ വയ്ക്കുക. അടുപ്പിൽ വെച്ചിട്ട് ഇത് ഓരോന്ന് നമ്മൾ അതിൽ വെച്ച് കൊടുക്കുക. വെച്ച് ഒരു അരമണിക്കൂർ ആവുമ്പോൾ മാത്രമേ ഇത് നല്ല നല്ല കറക്റ്റ് ആ ഒരു പരുവത്തിന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് ഇനി ഇത് കഴിച്ച് നോക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും